മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യ നടൻ ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ജഗതി ശ്രീകുമാർ. വാഹനാപകടത്തെ തുടർന്നുള്ള അനാരോഗ്യം കാരണം വിശ്രമ ജീവിതം നയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവുണ്ട് ഒരു വിദ്വാൻ. രാഷ്ട്രീയത്തിലെ ഹാസ്യതാരമാകാൻ സ്വന്തം പിതാവിനോട് മത്സരിക്കുകയാണ്. ആളിപ്പോൾ BJP-യിലാണ്. ഹിന്ദു സമൂഹത്തെ ഉദ്ധരിക്കാനാണത്രേ ഒരു ഭിക്ഷാന്തേഹിയെ പോലെ കേരള രാഷ്ട്രീയത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന പിതാവിനൊപ്പം BJP-യിൽ അടിഞ്ഞത്. പക്ഷേ വർഗീയവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ടിയാൻ ലവ് ജിഹാദ് നടത്തിയതാണ്. ഭാര്യയുടെ മതം മാറ്റി. അതൊക്കെ അവരുടെ കാര്യം. പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ്. ടിയാൻ ഇപ്പോൾ അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിക്കുകയാണ്. പക്ഷേ അടിക്കുന്ന ആപ്പ് മുഴുവൻ സ്വന്തം ആസനത്തിലാണ് തറക്കുക. ഇതിന് ടിയാന് ഒരു കൂട്ടുണ്ട്. അത് PT തോമസിന്റെ വിടവ് നികത്തിക്കൊണ്ട് ശൂന്യതയിൽ നിന്നും ഭസ്മമെടുക്കുന്ന നാടൻ കുഴൽ മാത്യു ആണ്. പൊട്ടിക്കുന്ന ഓരോ വെടിയും ബൂമറാങ് പോലെ തിരിച്ച് ടിയാന്റെ പാർട്ടിക്കാരുടെ തലയിലാണ് പതിക്കുന്നത്. എങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. 50 സെന്റ് റവന്യൂ ഭൂമി കയ്യേറി സ്വന്തമാക്കിയതിന് പറഞ്ഞ ന്യായം മണ്ണൊലിച്ചു പോകാതിരിക്കാൻ തടയണ കെട്ടിയതാണ് എന്ന്. പക്ഷേ ടിയാൻ അഴിമതി വിരുദ്ധ പ്രസംഗം നടത്തിയാൽ ചാനലുകളിലെല്ലാം ലൈവ് ആയിരിക്കും. പിന്നീട് ബ്രേക്കിംഗ് ആക്കും, ചർച്ചയാക്കും. മനോരമാദി പത്രങ്ങൾ അത് അപ്പടി ഛർദിക്കും. ഇന്നലെ മനോരമയിൽ വന്ന ലീഡ് വാർത്തയാണ് പിന്നീട് നാടൻ കുഴൽ വാർത്താ സമ്മേളനത്തിലെ സ്വന്തം എക്സ്ക്ലൂ ആയി അവതരിപ്പിച്ചത്. അങ്ങനെ നാടൻ കുഴൽ തള്ളുന്ന മനോരമയുടെ മാലിന്യം പൊടിപ്പും തൊങ്ങലും ചേർത്ത് വീണ്ടും വാർത്തയാക്കുന്ന പതിവ് മനോരമ ഇന്നും തുടർന്നു. അതായത് സ്വന്തം വിസർജ്യം ഭക്ഷിക്കുന്ന മൃഗത്തിന്റെ അവസ്ഥ. മറ്റുള്ളവരും ഒരു സങ്കോചവുമില്ലാതെ ഇത് ഏറ്റുപിടിച്ചു. തോട്ടപ്പള്ളി പൊഴിയിൽ നിന്നും മണൽ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമവിരുദ്ധ നീക്കം നടത്തിയെന്നാണ് നാടൻകുഴൽ പൊട്ടിച്ച വെടി. പതിവ് പോലെ ആസനത്തിൽ തിരിച്ചു ചെന്ന് തറച്ചിട്ടും വാർത്താ സൃഷ്ടിയിൽ ഒരു കുഴപ്പവുമില്ല. മനോരമയിൽ 10-ാം പേജിൽ 3 കോളം നീട്ടി ഒരു വാർത്ത. അതും പോരാഞ്ഞ് 11-ാം പേജിൽ 5 കോളം വാർത്ത വേറെ. സത്യം എന്താണ്? തോട്ടപ്പള്ളിയിലെ ഖനനം സ്വകാര്യ കമ്പനിക്ക് കൊടുക്കണമെന്ന് ആദ്യം ഉത്തരവിറക്കിയത് 2002-ൽ UDF സർക്കാർ. ഒരു മാസം കഴിഞ്ഞപ്പോൾ വ്യക്തത വരുത്തി മറ്റൊരു ഉത്തരവ്. സംയുക്ത സ്വകാര്യ കമ്പനിക്ക് നൽകാമെന്ന് ഉത്തരവിറക്കിയതും 2003-ൽ UDF സർക്കാർ. അന്നത്തെ കേന്ദ്ര കോൺഗ്രസ് സർക്കാരിന്റെ ക്ലിയറൻസ് കിട്ടിയ ശേഷം സർവേ നമ്പർ സഹിതം പാട്ടത്തിന് നൽകിയതും 2004-ൽ. പിന്നീട് വന്ന LDF സർക്കാരാണ് ഈ ഖനനാനുമതി റദ്ദാക്കിയത്. എന്നാൽ വീണ്ടും UDF ഭരണം വന്നു. 2013-ൽ ഹൈക്കോടതിയിൽ നിന്നും കമ്പനി അനുകൂല വിധി സമ്പാദിച്ചു. അന്ന് സ്വകാര്യ കമ്പനിയുമായി ഒത്തുകളിച്ച് അപ്പീൽ നൽകുന്നതിൽ കാലതാമസം വരുത്തി. ഇതിനെതിരെ UDF-ൽ നിന്നും ശക്തമായ വിമർശനമുയർന്നു. അതിൽ വമ്പൻ ഇപ്പോഴത്തെ MP TN പ്രതാപൻ ആയിരുന്നല്ലോ. സ്വകാര്യ ഖനനത്തിന് അനുവാദം നൽകുന്ന കേന്ദ്ര നയം രൂപപ്പെടുത്തിയതും കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് കമ്പനിക്കുണ്ടായിട്ടും 2016 മുതൽ അധികാരത്തിലുള്ള പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF സർക്കാർ ഇതുവരെ അവർക്ക് അനുകൂലമായ നിലപാട് എടുത്തിട്ടുമില്ല. തോട്ടപ്പള്ളി പൊഴിയിൽ നിന്നും മണൽ ശേഖരിക്കുന്നതും വേർതിരിച്ച് ഇൽമനേറ്റ് എടുക്കുന്നതും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KMML-ഉം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL-ഉം ആണ്. 50% വീതമാണ് ഇരു സ്ഥാപനങ്ങൾക്കുമുള്ള അവകാശം. KMML സംസ്കരിക്കുന്ന ഇൽമനേറ്റ് പൂർണ്ണമായും ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കും. ബാക്കി വരുന്നത് IREL വഴിയാണ് വിപണനം നടത്തുക. IREL സംസ്കരണ ഫാക്ടറി അല്ല. അവർ മിനറലുകൾ വേർതിരിച്ചെടുത്ത് വിദേശത്തും നാട്ടിലും വിൽക്കുന്ന കമ്പനിയാണ്. കേരളത്തിലെ
ഒരു സ്വകാര്യ സംരംഭമായ CMRL വിൽക്കുന്നതും ഇതേ രീതിയിലാണ്. UDF ഭരിക്കുമ്പോഴും LDF ഭരിക്കുമ്പോഴും ഇതാണ് പ്രവർത്തന രീതി. ഇതുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചത്. ഖനനത്തിന് പ്രാദേശിക മേൽനോട്ട സമിതികൾ വേണമെന്നും കുഴികൾ നികത്തണമെന്നും ശാസ്ത്രീയ രീതിയിൽ മാത്രമേ ഖനനം നടത്താവൂ എന്നും മുഖ്യമന്ത്രി ആ യോഗത്തിൽ നിർദ്ദേശിച്ചു. കൂടാതെ IRL ലീസ് പുതുക്കി നൽകുമ്പോൾ പാരിസ്ഥിതികാനുമതി നേടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അങ്ങനെ ശക്തവും വ്യക്തവുമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. എന്നിട്ടും നാടൻ കുഴൽ പറയുന്നു ഇൽമനേറ്റ് CMRL വിറ്റതിന് ഒത്താശ ചെയ്തതിന്റെ പ്രതിഫലമാണ് വീണയുടെ കമ്പനിക്കുള്ള സേവന കരാർ എന്ന്. ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് വസ്തുതകൾ പഠിക്കാൻ ശ്രമിക്കണം. സ്വന്തം നേതാക്കളായ AK ആന്റണിക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും മരിച്ചുപോയ ഉമ്മൻചാണ്ടിക്കുമെല്ലാം ഇങ്ങനെ ആപ്പ് വെക്കരുത്. അടുത്തത് നാടൻ കുഴലിന്റെ മറുപതിപ്പായ ലവ് ജിഹാദ് ഷോണിന്റെ വെടി. 2019 മുതൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്തും പിന്നീട് ഭാഗികമായ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുന്ന R മോഹനൻ ആദായ നികുതി വകുപ്പിൽ അഡീഷണൽ ഡയറക്ടർ ആയിരുന്നപ്പോൾ ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ച ഒരു റിപ്പോർട്ടിന്റെ പേരിലാണ് ഈ പുക പരത്തുന്നത്. ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ പ്രത്യുപകാരമായാണ് മോഹനനെ വൻ പ്രതിഫലം നൽകി സ്റ്റാഫിൽ നിയമിച്ചത് എന്നാണ് ഷോണിന്റെ വെടി. എന്നാൽ സംസ്ഥാന സർക്കാരിൽ നിന്നും ഒരു രൂപ പോലും വേതനമോ അലവൻസോ ആയി മോഹനൻ പറ്റിയിട്ടില്ല, പറ്റുന്നുമില്ല. മാത്രമല്ല മോഹനൻ ടിയാൻ ആരോപിക്കുന്ന കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും അല്ലായിരുന്നു. അശ്ലീല മാസികയായ ക്രൈമിന്റെ എഡിറ്റർ നന്ദകുമാർ എന്ന ചങ്ങാതി നൽകിയ ഒരു കേസിൽ തൽസ്ഥിതി അറിയിക്കാൻ ഹൈക്കോടതി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാൻഡിംഗ് കൗൺസിലിന് നിർദ്ദേശം നൽകിയപ്പോഴാണ് ആദായ നികുതി വകുപ്പിന് വേണ്ടി അന്ന് അഡീഷണൽ ഡയറക്ടർ ആയിരുന്ന മോഹനൻ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അത് മോഹനൻ സൃഷ്ടിച്ചതുമല്ല. ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ വസ്തുതകൾ അറിയിക്കുക മാത്രമാണ് ചെയ്തത്. സിംഗപ്പൂരിലെ കമല ഇന്റർനാഷണൽ, കണ്ണൂരിൽ പിണറായിയുടെ രമ്യഹർമ്മം തുടങ്ങി പച്ചക്കള്ളമെന്ന് തെളിഞ്ഞ ആരോപണങ്ങളാണ് അന്ന് ക്രൈം നന്ദകുമാർ ഉന്നയിച്ചത്. ഇതെല്ലാമാണ് ആ റിപ്പോർട്ട് തള്ളിയത്. ഇതിനെയാണ് മോഹനനും മുഖ്യമന്ത്രിക്കുമെതിരായ ആരോപണമായി ഉന്നയിക്കുന്നത്. ക്രൈം നന്ദകുമാർ പോലും ഉപേക്ഷിച്ച കേസിൽ ക്രൈം നന്ദകുമാറിനേക്കാൾ നെറികെട്ട രീതിയിലാണ് PC ജോർജിന്റെയും ക്രൈം നന്ദകുമാറിന്റെയും അതേ നിലവാരത്തിൽ ഈ പുകയും. ഇത്തരം പുകകളെല്ലാം വൻ സംഭവമാക്കിയ മാധ്യമങ്ങൾ ഇതിന് വ്യവസായ മന്ത്രി P രാജീവും R മോഹനും വസ്തുതകൾ നിരത്തിയ മറുപടി ചതുക്കി നൽകി UDF-നോടും കോൺഗ്രസിനോടുമുള്ള വിധേയത്വം സാമാന്യം നല്ല നിലയിൽ മാധ്യമങ്ങൾ പ്രകടിപ്പിച്ചതും കാണാതെ പോകരുത്.